ചേട്ടാ 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 എന്താണ് ഞാൻ കുളിക്കാൻ കയറിയപ്പോഴേ പേടിച്ചു പോയി ചേട്ടാ. വല്ലപ്പോഴുള്ള കുളിയല്ലേ, പെട്ടെന്ന് വെള്ളം മേത്ത് വീഴുമ്പോ ഒരു ഞെട്ടൽ വരും, അങ്ങനെ പേടിച്ചാണ്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഈ ഒറ്റക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ നീ മാത്രമേ കണ്ടുകാണുള്ളൂ. ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടി കണ്ടത്. എന്റെ ചേട്ടാ ഞാൻ കുളിക്കാൻ കയറിയപ്പോഴേ ആ മരത്തിന്റെ മേളിൽ നിന്ന് ആരും ഒളിഞ്ഞു നോക്കണേ ചേട്ടാ. തിന്റെ കൊള്ള ആകെ തോന്നിയായിരിക്കും. പിന്നെ തോന്നിയതേ അങ്ങോട്ട് നോക്കിയേ. അത് മനുഷ്യനല്ലേ, മറിയാന്തല്ലേ അത്. ഒരേന്ത് ഞാനിപ്പോ കാണിച്ചു തരാലോ. കല്ല് ആരെടാ അത്? ഇറങ്ങടാ. അയ്യോ കണ്ടാ, കണ്ടാ? ദേ, മരത്തിന്റെ മൂട്ടിൽ പതുങ്ങിയിരിക്കണം കണ്ടാ, കണ്ടാ? ഇറങ്ങടാ. ആരുടെ അവിടെ പതുങ്ങിയിരിക്കണം? കുഞ്ഞി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുളിച്ചും കാണാനാ. എനിക്ക് മനസ്സിലായി. നിനക്ക് നാണം ഉണ്ടാ? നാണം ഉണ്ടാ? ഒരാൾ കുളിക്കാൻ കയറുമ്പോ മരത്തെ കയറി ഒളിഞ്ഞു നോക്കാൻ നാണമില്ലടാ നിനക്ക്? എന്റെ ഏട്ടാ, ഞാൻ മരത്തിന്റെ മേളിൽ കയറി മാടത്തെ കാണാനാണ്. മാടത്തട കംപ്ലൈന്റ് ആടി. ഓ നിങ്ങളെ കൊണ്ട് ഒന്നും കൊള്ളൂല ചേട്ടാ. വാ തുറന്ന് നല്ല രണ്ട് വർത്താനം പറഞ്ഞ അവനൊന്ന് പേടിപ്പിക്കേട്ടാ. അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ആയത് നമ്മളാ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാ ഞങ്ങള്. അവിടെ കയറി വൃത്തികേട് കാണിച്ചാ നിനക്ക് പണി കിട്ടും. അത് ശരി, എന്റെ പറമ്പിരിക്കണ മരവാ. ഈ മരത്തെ ഞാൻ കേറും, മാടത്തെ കാണും, ഒറ്റങ്ങി മാടത്തെ പിടിക്കുകയും ചെയ്യും. മേളത്തെ അല്ല, മാടത്തെ പിടിക്കും. കാണാം നമുക്ക്. പേടിച്ചു പോയി അവൻ, പേടിച്ചു പോയി. നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കൂലെന്നറിയാം. അതുകൊണ്ടേ ഇതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും നടക്കൂലല്ലോ. എന്നാ നീ പോയി കുളി, അതെങ്കിലും നടക്കട്ടെ. ഇപ്പൊ കുളിക്കണില്ല, അവന് ഒളിഞ്ഞു നോക്കാനല്ലേ. കുളിക്കാതിരിക്കാൻ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കും. പിന്നെ ചേട്ടാ 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 ചേട്ടാ, ആരാടാ മുറ്റത്ത് കിടന്ന് പടക്കം പൊട്ടിക്കണത്? ആ പടക്കം പൊട്ടിച്ചല്ല, ഞാൻ ചേട്ടോന്ന് വിളിച്ചല്ലേ. താനാരാണ്? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ തെങ്ങണ മോഹൻ. ചേട്ടാ ദേ പെങ്ങടെ മോൻ വന്നിരിക്കണ്. പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ ആയ ഇതാ പെങ്ങടെ മോനാ. ഇതെന്റെ പെങ്ങടയിലും മൂത്താണ്. നീ ഏതാ മുതുക്ക? ഞാൻ തെങ്ങണ മോഹൻ എന്നല്ല പറഞ്ഞത്, ഞാൻ തെങ്ങണ മോഹനൻ, തെങ്ങണേനുള്ള മോഹൻ. എന്താ വന്ന എന്താ? അല്ല, ഇവിടെ മരം വെട്ടണമെന്ന് എന്റെ ആശാൻ രവിനോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായി. നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ ആ വിവരം എന്നോട് പറഞ്ഞില്ല. ഈ നിക്കണ മരമാണ് മുറിക്കേണ്ടത്. ഏത്? ഈ മരം. ഇതാ ചേട്ടാ, ഇത് നല്ല തടി, നല്ല തടിയല്ലേ ഇത്. 2 വർഷം പോലെ കിടക്കും. അത് നല്ല തണലൊക്കെ ഉണ്ടല്ലോ. അതല്ല ഇത് വെട്ടണോ? ഈ മരം ഇവിടെ നിൽക്കണല്ലേ, ഭയങ്കര പ്രശ്നമായിട്ട് മരയൊക്കെ. അവിടെ ഞങ്ങളുടെ ബാത്റൂം ഇത് അവിടെ ഇവിടെ കുളിക്കാൻ കയറുമ്പോണ്ടല്ലോ, ഇവിടെ ഒരു ഊളയുണ്ട് ഈ വീട്ടില്. അവൻ ഈ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ ചില്ലേ കയറി എന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നു. അതാണ് വെട്ടിക്കളയാന്ന് പറഞ്ഞത്. അതാണ് വെട്ടിക്കളയാന്നോ? അവന്റെ ഒരു ഭാഗ്യമായി, ചേച്ചിയുടെ ഭാഗ്യമായി. അല്ല, എന്റെ ഒരു ഭാഗ്യമായി. എന്താണ്? അല്ല, അവൻ അങ്ങനെ കയറേണ്ട പേരിലാണ് എനിക്കിന്നൊരു വെട്ടുപണി കിട്ടിയത്. ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് വെട്ടിയാലോ? പിന്നെ വെട്ടാ. അതെ, ഇതിപ്പോ ഇത് എങ്ങനെയാണ് വെട്ടണത്? എങ്ങനെ വെട്ടണത് താൻ തീരുമാനിക്കും. നീ പോയ ചില്ല ഉണ്ടല്ലോ, ഇത് ആ ചില്ല മാത്രം വെട്ടിയിട്ടാ അവര് കാര്യം ഉണ്ടല്ലോ. ഇതിന്റെ ഇപ്പൊ തടികൾ ഇങ്ങനെ നോക്കണ്ട. ഈ ചില്ല മുറിക്കുമ്പോഴേ 1 2 3 അപ്പൊ ആദ്യത്തെ മുറി പോകുമല്ലോ. ആദ്യത്തെ മുറി ഞങ്ങക്ക് തടി വേണ്ടെന്നേ. അല്ലെ, തടിയുടെ മുറി അല്ല പറഞ്ഞത്. ഞാനിത് കയറി വെട്ടിയിടുമ്പോ നിങ്ങളുടെ ഈ ആദ്യത്തെ മുറി പോകും. അയ്യോ, ഞങ്ങളുടെ ബെഡ്റൂം ഉണ്ടായിട്ടും വലിയ വിശേഷം. വീടിന്റെ ഷേപ്പ് പോലടി പറ്റൂല. ഇതിപ്പോ ഇങ്ങനെ ചുമ്മാ നിങ്ങൾ വന്നോളൂ വെട്ടുവെട്ടെന്ന് പറയാൻ കാര്യങ്ങൾ നടക്കൂല. ഇത് മരം വെട്ടണമെന്നുണ്ടെങ്കിൽ സാങ്ഷൻ വേണം. സാങ്ഷൻ എന്തിനാ? കോടാലി പോലെ. കോടാലി എടുത്തു വെട്ടാ എനിക്കറിയാം. അതല്ല, സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അനുവാദം വേണം. എന്റെ ചേട്ടാ, ഞാനേ നമ്മുടെ പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നമ്മുടെ പറമ്പിലേക്ക് ചാഞ്ഞിക്കണോ, ഏത് വേണേലും വെട്ടിക്കോ, അനുവാദം തന്നിരിക്കുന്നു. വെള്ളക്കടലാത്തിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ അനുവാദം കിട്ടും. ഞാൻ അതല്ല പറയുന്നത്. വന്നേ, താഴത്തുനിന്ന് കയറി പോണ കൂനനുറുമ്പ് തുടങ്ങിയിട്ട് ആകാശത്ത് പറഞ്ഞിരിക്കണ കൂമൻ പക്ഷി വരെ ഇതിനകത്തുള്ള അനുവാദം ചോദിക്കണം. ഉറുമ്പിനോടൊക്കെ പിന്നെ താമസക്കാരല്ലേ, അവരെ കുടുംബം ശിഥിലമാക്കല്ലേ നമ്മള്. എന്റെ ദൈവം, ഈ മരത്തിലുള്ള മുഴുവൻ ഉറുമ്പിനോട് എങ്ങനെ അനുവാദം മേടിക്കാനാണ്? എല്ലാവരോടും ചോദിക്കണ്ട. ഇത് മാറിയുന്നേ, താഴത്തുനിന്ന് ഒരു ഉറുമ്പ് കയറി പോണണ്ട, അവനോട് മാത്രം ചോദിച്ചാൽ മതി. ഞാൻ ഈ മരം വെട്ടുണ്ട്, അനുവാദം തരുമോ? ഇതങ്ങനെ പറയുമ്പോണ്ടല്ല, ഈ ഉറുമ്പുകളുടെ സ്വഭാവം അനുസരിച്ച് ഈ ഇറങ്ങി വരുന്ന ഉറുമ്പുകളില്ലേ, അവരോട് ഈ ഉറുമ്പ് പറയും അനുവാദം ചോദിച്ചിട്ടാ, അനുവാദം ചോദിച്ചിട്ടാ, അനുവാദം ചോദിച്ചിട്ടാ.
അങ്ങനെ പറഞ്ഞ് തുഞ്ചാനത്തിരിക്കണ കുഞ്ഞനുറുമ്പ് വരെ ഈ കാസറിയും. ഓക്കെ, അപ്പൊ ഉറുമ്പുകളുടെ കാര്യം സെറ്റ് ആയല്ലോ. ഉറുമ്പുകളുടെ കാര്യം സെറ്റായി. ഇനി പക്ഷികളെ നോക്കണം. ഓ, പക്ഷികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷികൾ വരാറുണ്ട്. ആ, പക്ഷികളുണ്ടെങ്കിൽ പക്ഷികളുടെ കൂടുകൾ ഉണ്ടാവൂല. ആ, ഇന്നലെ ഞായറാഴ്ചയായിട്ട് എന്തോ ഒരു കൂടുതലുണ്ടായി തോന്നുന്നു. അതെന്താണ് മിച്ചറും പാക്കറ്റും കപ്പലിൽ തൊണ്ടും കിടപ്പുണ്ടായത്? അതല്ലൊന്ന് കുറെ പക്ഷികളൊന്നും കൂടിയിട്ടുണ്ടായി ഇന്നലെ. ആ ഒത്തുകൂടലിന്റെ കാര്യമല്ല പറഞ്ഞത്. പക്ഷികൾ ഉണ്ടെങ്കിൽ പക്ഷിയുടെ കൂടുകൾ ഉണ്ടാവും. ആ, കൂടുതൽ മുട്ട ഉണ്ടാവും. അയ്യോ, മുട്ട കാണും. എന്റെ പൊന്നെ, നമ്മള് വെട്ടണ സമയത്ത് ഈ മുട്ട എങ്ങാനും താഴ്ത്തു വീണ് പൊട്ടിപ്പോയാ ഐറ്റങ്ങളുടെ ശാപം കിട്ടൂല നമുക്ക്. അപ്പൊ എന്ത് ചെയ്യൂത്? ഇപ്പൊ ചെയ്യാന്ന് പറയാനായിട്ടേ, മരം മുറിക്കണേക്ക് മുമ്പ് നമ്മൾ ആദ്യം മരത്തെ കയറണം. കയറി കഴിഞ്ഞിട്ട് ഈ കൂട് കണ്ടുപിടിച്ചിട്ട് കൂടറിയാതെ ഈ മുട്ട എടുക്കണം. മുട്ട എടുത്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ മുട്ട എടുത്തിട്ട് മടിയിൽ വെക്കണം. എന്നിട്ട് പതുക്കെ ഊർന്നിറങ്ങണം. ഊർന്നിറങ്ങുമ്പോ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. മുട്ട ഒരഞ്ഞു പൊട്ടരുത്. അതാ, ഇപ്പൊ ഞാനാണ് ഊർന്നിറങ്ങണം. ഞാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഊർന്നിറങ്ങിയിട്ട് ഈ മുട്ട പൊട്ടാതെ താഴ്ത്തെത്തിക്കണം. എന്നിട്ട് വിരിയിക്കണം. എന്നിട്ട് പൊരിക്കണോ? പിന്നല്ലാതെ ഈ ചെറുള്ളി കുരുമുളകൊക്കെ പൊടിച്ചിട്ട് പൊരിച്ചടിച്ചിറക്കില്ല. എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? പട്ടച്ചാരോട് ബെസ്റ്റ്. ഈ പക്ഷികളുടെ മുട്ടയൊക്കെ ഇങ്ങനെ തിന്നുമോ? പിന്നെ ഞാൻ കാക്കമുട്ട പുളിസൈ അടിച്ച് കഴിക്കണേ. കാക്കമുട്ട കാക്കമുട്ട എന്ന് പറഞ്ഞാൽ കാക്കമുട്ട എന്ന് പറഞ്ഞ ഔഷധം തന്നെ. എന്റെ അച്ഛനും കാക്കമുട്ട തിന്നു പറഞ്ഞില്ല. ഉള്ളി പുളിസൈ അടിച്ച് പൊരിച്ചല്ല. ഉള്ളി മുട്ട എടുക്കും, നെറ്റിക്കടിക്കും, ബ്ലക്ക് എന്ന് പറഞ്ഞ് കണ്ണടച്ച് വീഴും. പച്ചക്കടിക്കും. ഒരു ദിവസം ഞാൻ പുള്ളിക്ക് 10 കാക്കോട്ടം കൊണ്ടേ കൊടുത്ത്. പുള്ളി തച്ചിന് ഇരുന്ന് എടുത്ത് ഒരെണ്ണം എടുക്കും, നെറ്റിക്കടിക്കും, ക്ലക്ക് എന്ന് പറയും. അങ്ങനെ 6 കഴിഞ്ഞ് 8 കഴിഞ്ഞ് 9ാമത്തെ ക്ലക്ക് എന്ന് പറഞ്ഞ് കണ്ണടച്ച് വിഴുങ്ങിയപ്പോയിട്ടില്ല ഈ സാധനം തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങണില്ല. കാക്ക കുഞ്ഞുണ്ടായിരുന്നു. പിന്നെ നല്ല മൂത്ത മുട്ടയായിരുന്നില്ലേ? ഇപ്പൊ അച്ഛൻ കാലത്ത് എന്നിട്ട് കാപ്പി ചോദിച്ചാലും മുറ്റം നിറച്ച് കാക്കയാണ്. നമ്മള് കാപ്പി എന്നല്ലേ പറയണത്. അച്ഛൻ പറയുമ്പോ കാപ്പി എന്നാ പോയിപ്പോ തൊണ്ടക്കുഴിയിൽ കാക്ക ഇരിക്കല്ലേ. ഓ, ആ തൊണ്ടക്കുഴിയിലുള്ള കാക്ക അവിടെ ഇരുന്നോട്ടെ. ആദ്യം മരം വെട്ടാലേ. തുടങ്ങിക്കോ. മറ്റവനെ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അത് വെട്ടിയിടണം. ഇല്ലല്ലാതെ നമുക്കിത് ചെയ്യണമെന്ന് പറയുമ്പോഴേ മരം കുഴപ്പമില്ലാത്തൊരു കേസ് കെട്ടാണ്. ഇതെന്താ ചെയ്യാൻ പോണത്? ഇങ്ങനെയായിട്ട് നോക്കട്ടെ കേട്ടോ. ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറയുമ്പോ കോടാലിയൊക്കെ എടുത്തിട്ടേ കേട്ടോ സീൻ വരൂ. എന്റെ മരത്തൊക്കെ സീൻ ഉണ്ടാക്കണത്. ഞാനത് സീൻ കാണിക്കാനൊന്നും ഇത് വെട്ടാൻ കയറിയതല്ലേ. അത് ശരി. എന്റെ മരം വയ്ക്കുന്ന മരം നിന്നോട് ആര് പറഞ്ഞതാ വെട്ടാൻ? ഇവര് രണ്ടുപേരും പറഞ്ഞു. അവര് പറഞ്ഞാൽ നീ ഇത് വിട്ടോ, നിന്റെ കാലിയാൻ വെട്ടും. കേട്ടോ, ഇത് ശരിയാണല്ലോ. ഇത് കടവാകം പുള്ളിയുടെ ഓർമ്മിലല്ലേ ഇരിക്കണത്. പുള്ളിയുടെ മരോ ആണോ? അപ്പൊ നിങ്ങള് രക്ഷപ്പെട്ട് വെട്ടുകാശ് പുള്ളി കാര്യമല്ല. നീ മരം വെട്ടിയാൽ നിന്റെ കാലിയാൻ വെട്ടും. പിന്നെ ആ കാശ് നീ ഇങ്ങോട്ട് തരണ്ടേ? ഒരു മിനിറ്റ് സമാധാനപ്പെട്. ഇവിടെ വന്നേ. എന്തേ? താഴത്തുനിന്ന് പോണ കൂനൂറുമ്പ് തുടങ്ങി ആകാശത്ത് നിന്ന് കൂവൻ പക്ഷിനോട് നമ്മൾ അനുവാദം ചോദിച്ചു. ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചില്ല. അതാണ് ഈ പ്രശ്നം വന്നത്. മോശമായി പോയി. പിന്നെ ഭയങ്കര മോശമായി പോയില്ലേ? എന്ത് ചെയ്യും? അപ്പൊ എന്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ഞാൻ ഒരു കളി കളിക്കാം. കളിച്ചോ. ചെറിയൊരു ബൾബ് കത്തിച്ച് നോക്കാം. ചേട്ടാ, സംഭവേ ചേട്ടൻ ആ ചില്ലയിൽ ഇരുന്നിട്ടല്ലേ സംഭവം. അപ്പൊ ഈ ചില്ല കയറി ഇരുന്ന ഒരു എത്ര അടി വേണ്ടി വരും ചേട്ടന് ഇരുന്ന് സെറ്റായിട്ട് കാണാൻ? ഏകദേശം ഒരു 2.5 അടി. 2 അടി. 2.5 അടി വരും. 2.5 അടി വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം. കാല് നീട്ടിയിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു 3 അടി നിർത്തിയിട്ട് ബാക്കി അടി കട്ട് ചെയ്ത് കളയാം. 3 അടി നിർത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് അപ്പൊ കേറാല്ല. ഇതൊക്കെയാണല്ലോ എന്നിട്ട് അവിടെ പോയി കുണുകുണുകുണുകുണാന്ന് പറയണ സംഭവം. ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അവനൊരു ഞരമ്പ അറിയാല്ല. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു കാല് നീട്ടിയിരിക്കാൻ വേണ്ടി ഒരു 3 അടി തരാം, അവിടെ നിന്ന് ബാക്കി അങ്ങോട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അവനിപ്പോ അത് പറഞ്ഞാരണല്ലേ കേറിക്കോളാൻ പറഞ്ഞില്ലേ? അവനെന്റെ കാല് വിട്ടുവന്നല്ലേ പറഞ്ഞത്. അപ്പൊ കേറിക്കോളാൻ പറഞ്ഞു. ഞാനല്ലേ കേറണത്. കേറി കഴിയുമ്പോ ഈ കട വെച്ചിട്ട് ഒറ്റ വിട്ടങ്ങോട് വെട്ടു. അവൻ ചോദിക്കുമ്പോ അവനോട് ഒരു അവധം പറ്റി പോയി. അത്രയും പറഞ്ഞാ പോരെ. ചേട്ടാ വെട്ടിക്കോട്ടെ. വെട്ടോട്ടെ. അതെ, എന്റെ ദൈവമേ. ഇതെന്നാ മൂർച്ചയാണെന്നറിയാമോ? കാലത്ത് എഴുതിട്ടിട്ട് ഞാനിത് രാഗി വെക്കും. വൈകുന്നേരം ആകുമ്പോ ഇതുമ്പോ നോക്കിട്ട് ഇപ്പൊ രാഗിയത്തെ അകത്തേക്ക് നോക്കും. പണിയില്ലല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇത് വെട്ടിയിടാനായിട്ട് ഈ കോടാലിയായിട്ട് കയറിട്ട് എപ്പ തീരാനാ? ആ മിഷമാളെടുത്തോട്ട്. അയ്യോ,
അയ്യോ അല്ല അയ്യോ ആ മിഷ്യൻ പാടാ അത് പറഞ്ഞില്ലല്ലേ അതെടുത്തോട്ട് പിന്നെ അതെ പുതിയൊരു ആളാണ് മേടിച്ചിട്ടുള്ളു അത് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഐശ്വര്യമായിട്ട് ഇന്നങ്ങ് ഉദ്ഘാടനം ചെയ്തോ. അതെ എന്ത് താല്പര്യത്തിലാ പറയണത്? മിഷ്യമ്മാളാണത് മിഷ്യമ്മാള്. അതിനെന്താന്നേ മിഷ്യമ്മാളിനെ പറ്റി വല്ല അറിയാമോ? എനിക്ക് കുറച്ചൊക്കെ അറിയാം. മിഷ്യമ്മാളിനെ പറ്റിയാ പിന്നെ എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? എനിക്കറിയാം. പോളിടെക്നിക് ആണേ. ഇതിനെ പറ്റിയല്ലോ അറിയാം. എനിക്കറിയാം. ഇതെല്ലാം അറിയാം. എന്നെ അറിയാം. പറഞ്ഞേ എന്താ ഇത് സ്റ്റാർട്ട് ആക്കണ സ്വിച്ച് എവിടെയാണ്? സ്റ്റാർട്ടാക്കണ സ്വിച്ച് ഇത് സ്വിച്ച് ഇല്ലേട്ടാ. പെട്രോൾ ഓൺ ചെയ്തിട്ട് ഈ ചരടില്ലേ പിടിച്ച് വലിച്ചാൽ മതി. പോളിടെക്നിക് എനിക്കറിയാം. ശരിയാണ്. ഇത് ഇല്ലേ ഇതില്ലേ അതന്നെ അതെ. ഇത് പിടിച്ച് ചവിട്ടി പിടിച്ച് വലിക്കില്ല. കാല് അറുത്തു ഓടുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ. ഞാൻ അങ്ങനെ ചെയ്യൂ. അത്രക്ക് മണ്ടനാണ്. അത്രക്ക് മണ്ടനാണ് വലിച്ചത്. ചേട്ടാ കഷം കീറി പോകും ചേട്ടാ. കഷം കീറി ഞാൻ വേറെ ഷർട്ട് എടുത്തിടും. അതല്ല കഷം കീറി കയ്യറ്റ് താഴെ പോകുന്നു. ചേട്ടന് പണി ഇങ്ങനെ പിടിക്കും. സംഭവം മനസ്സിലായി. വിഷയമാളല്ലേ എന്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഇത് അങ്കവാളാണ്. ഈ അങ്കവാളെ പിടിച്ച് പിടിക്കും. ഈ കൈ കൊണ്ട് അല്ല ഈ കൈ കൊണ്ട് ഇവിടെ പിടിക്കും. പഠിപ്പിക്കല്ലേ പഠിപ്പിക്കല്ലേ. അതിനെ വലിക്ക്. എങ്ങനെ എങ്ങനെ വലിച്ചോ. ഇല്ല ശരിക്കും ബലത്തിന് വലിക്കേ. ശരിക്കും ശക്തിയിലൊക്കെ വലിക്കേ. ഈ വാളും കൊണ്ട് ഈ ചേട്ടൻ വാളും കൊണ്ട് ചേട്ടൻ ഇവിടെയാണ് മരപ്പെട്ടാണത്. അയ്യോ അവിടത്തൊക്കെ സൗണ്ട് കേൾക്കട്ടെ. ചുറ്റുപാടുന്ന സൗണ്ട് കേൾക്കണ്ട്. പൗലോസേട്ടന്റെ പറമ്പിലെ മരം വീണ്. അതെ ചേട്ടാ ഈ വാളും കൊണ്ട് എങ്ങോട്ടായി പോണ? വാളും കൊണ്ട് ഞാനല്ലേ പോണത്. ഞാൻ ആദ്യമായിട്ടാണ്. ചേട്ടാ അയ്യോ അയ്യോ അങ്ങനെ ആ കാര്യം ഭംഗിയായിട്ട് അങ്ങനെ തീർന്ന്. ഏത് മരം പട്ട? അല്ലല്ല ഇതിനകത്ത് പെട്രോള്. നന്നായി. എടാ ഈ ചില്ല വെട്ടാനാണോ നീ എന്നെ വിളിച്ചത്? നീ ഈ ജില്ല മുഴുവൻ വെട്ടി. ആ ചില്ല വിറ്റാടാ പുല്ലേ. ഞാനിനി അങ്ങനെ മനസമാധാനത്തെ കുളിക്കും. അത് ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കണത്? ആ ബാത്റൂമിന്റെ മുകളിൽ 2 ഷീറ്റ് ഇട്ടാ പോരെ. അത് ശരിയാണല്ലോ. അത് ശരിയാണല്ല, അതാണ് ശരി. അയ്യോ എന്റെ മാടത്തെ ചത്ത്.